കോഴിക്കോട് വിദ്യാർത്ഥിനിയെ ലഹരിക്കടത്തിന് ഉപയോഗിച്ച പ്രതി അറസ്റ്റ്. കൊല്ലം കൊട്ടിയത്ത് വൻ രാസലഹരി വേട്ട. MDMA-യുമായി BDS വിദ്യാർത്ഥി അറസ്റ്റിലായി. തലശ്ശേരി ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ സ്കൂൾ ബാഗുകളിൽ താൻ ലഹരി എത്തിച്ച് നൽകിയതായി 13-കാരി വെളിപ്പെട്ടു. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നീക്ക് ഇത്ര വലിയ പുള്ളികളായ സ്ഥിതിക്ക് ഇനി ഹെഡ് മാസ്റ്റർ പറയട്ടെ നിങ്ങളെയൊക്കെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കട്ടെ. നിങ്ങൾ വേഗം ഇനി ഹെഡ് മാസ്റ്റർ അടുത്തേക്ക് പോകും, എന്നിട്ട് ക്ലാസ് കയറിയാൽ മതി കേട്ടോ. ഓ ഇന്ന് ഉച്ചവരെ ഒരെണ്ണം ക്ലാസ് കയറണ്ട കേട്ടല്ലോ. മര്യാദ പഠിക്കട്ടെ, എന്നിട്ട് ക്ലാസ് കയറിയാൽ മതി. നിന്നത്തനാണ് എങ്ങും ആടാ ഡ്രസ്സേ. എന്താ കാര്യം? എടാ നീ ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്താണ്. ഞങ്ങൾക്ക് കുറച്ച് നോട്ട് പെയിന്റിംഗ് ഉണ്ട്, അത് നീ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എന്താ നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നേ? നിങ്ങൾക്ക് തന്നെ എഴുതിയാ പോരെ? എന്നാ കാലമാളം പൊക്കിലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഡേറ്റ് പറഞ്ഞേക്കല്ലേ. പിന്നെ എനിക്കിവിടെ എന്റെ നോട്ട് സമയമില്ല. അന്നേരം നിങ്ങളെയും കൂടെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല.
അതിന്റെ കോപ്പിലൊരു ജാട. എന്റെ ടീച്ചർ വഴക്ക് പറഞ്ഞ് ഇങ്ങനെ നമ്മളെ നോക്കിയിരുന്ന് കിളിക്കുന്നത് ഞാൻ കണ്ടതാ. അന്നേരം ഞാൻ ഇങ്ങനെ നോക്കി വെച്ചതാ. ഓഹോ അങ്ങനാണോ? എങ്കിൽ നിന്നെ കൊണ്ട് എഴുതിച്ചിട്ടാണ് ഇങ്ങോട്ട് പോവാടാ. നീ ഇത് എഴുതുന്ന കാര്യം സമ്മതിച്ചിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ നീ പോവാ. ഏതാണ് ഇത്? നീ അൽമണ്ടാക്കാനാണോ സ്കൂളിലോട്ട് വരുന്നത്? വാ ഇങ്ങോട്ട് നടക്ക്, ഹെഡ്മാസ്റ്റർ എടുത്തോണ്ട്. ആദർശേ എന്നാ പറ്റിയടാ? നീ എന്നാ അവന്മാരുമായിട്ട് പരിപാടി? എന്താണേലും അവന്മാരുടെ കാര്യം സാറ് നോക്കിക്കോളും. നീ പോയി കാലൊക്കെ ഒന്ന് കഴിയിട്ട് വാ. നിങ്ങൾ അച്ഛമ്മ പറഞ്ഞു കേട്ടോ. ഞാനിപ്പോൾ അതിനെപ്പറ്റി ഉറപ്പായിരുന്നു. ആദർശനോട് ചെയ്തതിന് അപ്പ് പറഞ്ഞ് അവന് പരാതിയില്ലെന്ന് പറഞ്ഞാൽ മാത്രമല്ലേ സസ്പെൻഷൻ പിൻവലിക്കത്തുള്ളൂ എന്നല്ലേ അങ്ങേര് പറഞ്ഞത്. ഓപ്പോ അവനോട് മാപ്പ് പറയുന്നതിലൊന്നും സ്കൂളിൽ പോകാതിരിക്കുന്നുണ്ട്. ആ മണ്ട, ഇതാ നിനക്ക് ബുദ്ധിയില്ലെന്ന് പറയുന്നത്. ഇനി എത്ര ദിവസത്തേക്കാണ് ഇതിലുള്ള സാധനം? സ്കൂളിലല്ലേ നമുക്ക് സേഫ് ആയിട്ട് സാധനം കിട്ടുന്നത്. അത് നീ മറന്നുപോയോ? അതുകൊണ്ടല്ലേ ഇന്ന് ഇങ്ങോട്ട് കിട്ടിയെടുക്കുന്നത്. എന്ത് കാണിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, സസ്പെൻഷൻ വേണ്ടെന്ന് വെപ്പിക്കണം. അത് മാപ്പ് പറഞ്ഞിട്ടെങ്കിൽ അങ്ങനെ നീ ഒന്ന് വെറുതെ കുളം വന്നാൽ മതി. ആവേശം കാണിച്ച് വെറുതെ കുളമാതി. എല്ലാത്തിനും കാരണം ഞാനാണെന്നാണോ നീ പറയുന്നത്? എല്ലാം കഴിഞ്ഞിട്ട് ഒരു വർത്താനം പറയരുത്. നമ്മൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട. ആദ്യം പ്രശ്നം തീർക്കുക, എന്നിട്ട് ബാക്കി. എന്റെ പൊന്നടാ, അതിന് ആദ്യമേ അവനെ ഒന്ന് വശത്താക്കാൻ പറ്റണ്ടേ? നമ്മൾ മുമ്പിൽ പോയി കയ്യും പിടിച്ച് നിന്നാലും മതി, അവനെ ഓടിയൊന്ന് കയറും. അമ്മാതിരി ചതയാണ് നമ്മൾ അവനോട്ട് കൊടുത്തത്. ഇപ്പൊ സ്നേഹിക്കാൻ തന്നാൽ എല്ലാം ശരിയാവും. അതൊന്നും നിങ്ങൾ നോക്കണ്ട, അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നീ പ്രശ്നം ഉണ്ടാക്കാനാണ് അത് ഇതിന്റെ ഉദ്ദേശം? അല്ല വിഷ്ണു, ഇതൊന്നും തീർക്കാനാണ്. അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. അന്ന് വഴക്കെല്ലാം കേട്ട് വട്ട് കയറി ഇരിക്കുമായിരുന്നു. അങ്ങനെ ആവേശത്തിൽ പറ്റിപ്പോയത്. അതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. ആദർശേ പ്ലീസ്, ഞങ്ങൾക്കൊരു അവസരം തരണം. നന്നാകണം, പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഞങ്ങൾക്കുമുണ്ട്. മറ്റുള്ളവരും നിങ്ങളെ കാണാൻ വരായിരുന്നതാണ്. നീ ഇന്ന് ഇത്തവണ ശ്രമിച്ചാൽ നമുക്ക് ഞങ്ങൾ 4 പേർ നീണ്ടു പിന്നെ ഒരു പ്രശ്നത്തിനും വരണ്ട. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് നല്ല സുഹൃത്തുക്കളായിരിക്കും. എന്ത് പറഞ്ഞാലും നിങ്ങളോടൊരു കൂട്ടിന കാര്യങ്ങൾക്കോ. വിഷ്ണു, എന്തിനാണ് നമുക്ക് വഴക്ക്? ഇവരുമായിട്ടൊരു വഴക്കുണ്ടാക്കി നമുക്കൊരു പ്രയോജനമില്ല. എന്തായാലും കിട്ടാനുള്ളത് എനിക്ക് കിട്ടി. ആദി, എനിക്ക് ഇതിനോടൊരു ദേഷ്യവുമില്ല. നമുക്ക് തമ്മിലൊരു പ്രശ്നവുമില്ല. സമാധാനമായി. പിന്നെ നീ പരാതിയില്ലെന്നൊന്നും കൂടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സസ്പെൻഷൻ ഒഴിവായി കിട്ടിയിരുന്നു. അപ്പൊ അതല്ലേ കാര്യം? അതിനു വേണ്ടിയായിരുന്നല്ലേ ഈ സ്നേഹം? അല്ല വിഷ്ണു, അത് അങ്ങനെയല്ല. പക്ഷേ സാരമില്ല, ഞാൻ പറയാം, ഇത് തീരട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ 4 പേരും എന്റെ കൂട്ടുകാരനോട് മാപ്പ് പറയണം. അതല്ലേ ന്യായം? അല്ലേടാ? എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾക്ക് നന്നാവാൻ ഒരു അവസരം മാത്രം തന്നാൽ മതി. എന്നാ ഓക്കെ. എല്ലാ ബാഗും ഇങ്ങോട്ട് കെട്ടിയെടുക്കും. എന്താടാ ആദി, എല്ലാം സെറ്റായോ? എല്ലാം ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇനിയാ തുടങ്ങേണ്ടത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ മോഹനോടോ അല്ലാതിരിക്കുന്നു. ഈ കാര്യം പറയാം. ഞാൻ പോയി അമ്മാരെ കണ്ടു. അമ്മാരെ തലയ്ക്കല്ല, കാലിന് ആട്ടം കൂടുക. വിഷ്ണു, അവൻ ആദർശമില്ലാത്ത പ്രശ്നം. എനിക്ക് കുറച്ച് പ്ലാനുകളുണ്ട്. ഞാൻ പറഞ്ഞ അതുപോലെ ചെയ്താൽ മതി. നീ പ്ലാൻ പറയലേ, നമ്മളുണ്ട് കൂടെ. ആദ്യം അവന്മാരോട് കമ്പനിയാണ്, എന്നിട്ട് അവന്മാരെ തമ്മിൽ അകറ്റണം. ആദർശനെ അവനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം. നമ്മുടെ മരുന്ന് അത് അവനും കൊടുക്കണം. അവനെ നമ്മുടെ അപ്പുറമാക്കണം. അത് കണ്ടിട്ട് വിഷ്ണു വിഷമിച്ചിരിക്കുന്നത് അതെനിക്ക് കാണണം. എന്നാലെനിക്ക് സമാധാനമാവത്തുള്ളൂ. ഇത് നമ്മൾ തകർക്കും. അവന്മാരെ രണ്ടുപേരും നമുക്കൊരു വഴിയാക്കണം. എന്നാ വാടാ.
സസ്പെൻഷൻ കേട്ടപ്പോ ചെലവന്മാര് കാലേ വീണെന്നാ ഞാൻ കേട്ടത്. താങ്ക്യൂടാ, ഈ പരാതിയിൽ നിന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോ വീട്ടിൽ ഇരിക്കേണ്ടി വന്നു. അതൊന്നും സാരമില്ല, നമ്മൾ തമ്മിലൊരു വഴക്ക് വേണ്ടെന്ന് വെച്ചിട്ടാണ്. അതല്ല, ഞങ്ങൾക്കൊരു കുറ്റബോധം. ദേശത്തിന് പുറത്താണെങ്കിൽ ഞങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യണം. മനസ്സിലായില്ല, എന്താ ഉദ്ദേശം? അടുത്ത ദിവസം ഞങ്ങളുടെ പേര് ചെറിയ ട്രീറ്റ് തരണമെന്നുണ്ട് ഞങ്ങൾക്ക്. അടുത്ത ഈ വീക്കെൻഡിൽ നിങ്ങൾ വരണം. ഫുൾ ചെലവ് ഞങ്ങളവിടെ. അതൊന്നും വേണ്ട, ഒന്നിനെയും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ ചെയ്യുന്നത്. അതെന്താ ആദർശേ, വീട്ടിൽ നിന്ന് ഇടത്തിൽ നിന്ന് വല്ലതും ഉണ്ടോ? വീട്ടിലുണ്ടെങ്കിലും പേടിയാണോ വീട്ടുകാർക്ക്? അങ്ങനെയൊന്നുമില്ല. വിഷ്ണു ഉണ്ടെങ്കിൽ വീട്ടുകാർക്ക് സമ്മതമാണ്. എന്നെക്കാളും വിശ്വാസമാണ്. വിഷ്ണു, നീ എന്ത് പറയുന്നു? സമ്മതിക്കുക വിഷ്ണു. വിഷ്ണു പറഞ്ഞാൽ ആദർശ് കേൾക്കും. ആദർശ സമ്മതമാണെങ്കിൽ പിന്നെ എനിക്കെന്താ, പോവാ. അപ്പോ ഓക്കെ, നമുക്ക് ശനിയാഴ്ച രാവിലെ 10 മണി കഴിയുമ്പോൾ ടൗണിൽ കാണാം. സൂപ്പറായിരുന്നില്ലേ നമ്മുടെ ഗ്രൂപ്പ്? ചിരി മാത്രമുള്ളൂ, എന്തേലും പറയാ ആദർശേ. നല്ലതായിരുന്നു. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പുറത്തു പോകുന്നത്. ഇതെന്തായാലും വളരെ നന്നായിരുന്നു. നീ ഞങ്ങള് ഫുട്ബോൾ കളിക്കുന്ന കാണാറില്ലേ? ഞാൻ പലപ്പോഴും കണ്ട് അന്തം വന്നിട്ടുണ്ട്. അതിന് രഹസ്യം ഒരു മരുന്നാ. എടുക്കടാ, അവനും കൊടുക്ക്. ഇത് കഴിച്ചോ, പിന്നെ നീയാ സ്കൂളിലെ ഹീറോ. നിനക്ക് സൂപ്പറായിട്ട് ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റും. ഇത് കഴിച്ചാൽ നമുക്ക് പറക്കാടാ. അടിപൊളിയാ. അത് കുഴപ്പം വല്ലതും ഉണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഇതുപോലൊരു മരുന്ന് കഴിക്കുന്നു. അതായത് കുഴപ്പമൊന്നുമില്ല, നീയും കഴിച്ചോ. ഞങ്ങൾ കഴിക്കുന്നില്ലേ, ഇന്ന് തന്നെ ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, നീയും കഴിച്ചോ. എടാ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നീ ആയിരിക്കും സ്കൂളിലെ ഇനി ഹീറോ. സൂപ്പർ കളിയായിരുന്നു പരിപാടി. സൂപ്പർ കളിയായിരുന്നല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് നീ നന്നായിട്ട് കളിക്കുന്നതാണെന്ന്. എന്നാലും എൻ്റെ മോനെ ആദർശവൻ ചുമ്മാ തീ കളി. ഇന്ന് രോമാഞ്ചൊക്കെ അടിച്ച് കയറി. നീ കളിക്കുന്ന പോലെ ഞാനും കളിക്കുന്നുള്ളൂ. വാ, എഴുന്നേക്ക്, നമുക്ക് പോകാം. എന്താണെന്നറിയില്ല, ഇത് നന്നായിട്ട് കളിച്ചുകൊണ്ടാവും. എന്തായാലും നീ പറ. എടാ, നീ എന്നെ ഇപ്പോൾ വല്ലാണ്ട് ഒഴിവാക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. നിനക്ക് ഞാൻ കൂടെ ഉള്ളതോ ഇല്ലാത്തതോ ഒരു പ്രശ്നമല്ല. നിന്റെ കൂട്ടുകെട്ടുകൾ എനിക്കിപ്പോൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവരെന്തോ ശരിയല്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇപ്പോഴത്തെവർക്ക് എന്തൊരു കുഴപ്പം? ഡാ, അവർ നിന്നെ എൻ്റെ അടുത്ത് നിന്ന് മനഃപൂർവ്വം മാറ്റി നിർത്തുന്നത് പോലെ, അവർക്ക് വേറെ എന്തോ ഉദ്ദേശങ്ങളുള്ളത് പോലെ. ഞാൻ നിർത്ത്. ഇപ്പൊ മനസ്സിലായി എനിക്ക് എന്താ കാര്യമൊന്നും. നിനക്കും തോന്നിയില്ലേ? എന്താണ് ഇതിനൊക്കെ മലയാളത്തിൽ കുശുമ്പ്, അസൂയ എന്നൊക്കെയാണ് പറയാ. നമുക്കിടയിൽ ഇത്രയും നാളത്തെ ശേഷം ഇങ്ങനെ ഒരു ആൾക്കാർ വരുന്നത് ഇതാദ്യമായിട്ടാണ്. നിനക്ക് വെറുതെ തോന്നുന്നതാണ്. ഇപ്പൊ എല്ലാം പഴയതുപോലെ തന്നെ, ഒന്നും മാറിയിട്ടില്ല. അല്ലടാ, നിനക്ക് ഞാൻ പറയുന്നത് എന്താ മനസ്സിലാവാത്തെ? നീ പോകാൻ നോക്ക്. എനിക്ക് നല്ലപോലെ വയ്യ. എനിക്കിപ്പോ ഇതിനൊന്നും വയ്യ. നീ പോകാൻ നോക്ക്. എനിക്ക് നല്ല ക്ഷീണവും തലവേദനയുണ്ട്. നീ എന്തെങ്കിലും കൂടെ പോയി ആലോചിച്ച് കൂട്ടും.
ഞാൻ എന്ത് കോപ്പ് വലിക്കുന്നു നീ പറഞ്ഞോണ്ടിരുന്നത്? ഇനി നിന്റെ വായ വീണെന്ന് ഞാൻ അറിഞ്ഞ. ഇനി ഇത് പോയി പരാതിപ്പെട്ട് എനിക്ക് ഇതിനെ ഫീസ് കിട്ടും. നീ തന്നെ മേടിക്കണ്ട, ഓടാ. എടാ അതി മരുന്ന് കഴിപ്പുണ്ടോ? അപ്പൊ അതില്ലാതെ ഒരു ഉന്മേഷവുമില്ല, ഒന്നും ചെയ്യാൻ തോന്നില്ല. വീട്ടിൽ ചെന്നാലും വല്ലാത്ത ചെയ്യണം. ഇപ്പൊ സാധനം കിട്ടാനില്ലടാ, വല്ലാത്ത ക്ഷാമം. പിന്നെ ഉള്ളതിനെ കുറച്ച് പൈസ കൂടുതൽ കിട്ടിയാൽ ചിലപ്പോൾ കിട്ടിയേക്കും. എത്ര രൂപ വേണ്ടി വരും? നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നോക്കാം. എന്തായാലും സാധനം എനിക്ക് തന്നെ ഒരു 2500 കിട്ടിയാൽ എന്തായാലും സാധനം എനിക്ക് തന്നെ പൈസ ഞാൻ വാസ്തു കേട്ടോ. എന്താണ് ആദ്യം നിന്റെ പരിപാടി? ആദ്യം അവനെ കുറച്ച് നടത്തിക്കണം. അവനിതില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് അവൻ അവധിക്കാൽ ശരിക്കും മനസ്സിലാക്കട്ടെ. നമ്മുടെ കൂടെ നല്ല കാര്യമുള്ളൂ എന്നവന് തോന്നണം. നമ്മളെ ഉറപ്പിക്കാൻ അതവന് ഒരിക്കലും ധൈര്യമുണ്ടാവില്ല. എന്നാൽ അന്ന് നോട്ട് എഴുതി തരാത്ത അവൻ നമുക്കെന്ന് വേണമെങ്കിൽ പരീക്ഷ എഴുതുകയാണെങ്കിൽ എഴുതി തരും. പിന്നെ ഒരു 10 ദിവസത്തേന് അവൻ്റെ കാശ് നമുക്ക് ചിലവാക്കാം. നമുക്ക് ആദ്യം അടിച്ചു പൊളിക്കണ്ടേ? അത് നടക്കാൻ പറ്റുമോ? നീ വാ, നമുക്ക് തുടങ്ങാം. എടാ ആദർശ വിടറാ, നിനക്ക് എന്താ? അവനെ അവന്റെ വഴിക്ക് വിട്. എടാ അപ്പു അവനെ വിടറാ. വിഷ്ണു 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 എഴുന്നേക്കടാ. വിഷ്ണു ആദർശേ നീ കിടന്ന് കരയുന്നത്? വിഷ്ണു എൻ്റെ ഉണ്ണി, അവൻ ഞാൻ കാരണം തലയിടിച്ച് വീണു. മുഴുവനും ചോരയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ആകെ പേടി തോന്നുന്നു. ഡാവി മരുന്നിരിപ്പുണ്ടോ കയ്യിൽ? എനിക്കൊന്നും ബോധം കിട്ടണം. കാശുണ്ടോ? ഇപ്പം എൻ്റെ ഒന്നുമില്ല. ഞാൻ തരാം. ഈ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം വീട്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ടാണല്ലോ എനിക്ക് ഞാൻ കാശ് തന്നതല്ലേ. സാധനം കിട്ടിയില്ലേലും കാശ് തരാൻ ഇരുന്നിട്ടുണ്ടോ? നിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ലേ, അല്ല ഞങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ. എൻ്റെ കാശ് വഴി സാധനം തരായിരുന്നപ്പോഴും ഞാൻ വാങ്ങി വരുന്ന വായിൽ നടന്നപ്പോഴും ഈ ഡയലോഗ് ഒന്നും കേട്ടില്ലല്ലോ ഞാൻ. പിന്നെ എൻ്റെ ഉണ്ണിയുടെ കാര്യത്തിന് പോലീസ് അന്വേഷണം വന്നാൽ ഈ മരുന്നും നിങ്ങളും എല്ലാം എൻ്റെ കൂടെ വരേണ്ടി വരും. ഡാ അടങ്ങ്. ഇനി നീ ഡയലോഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് പോയിട്ട് മരുന്നിൻ്റെ കവർ പോലും കാണുകയില്ല. സോറി, ഞാൻ എൻ്റെ ദേശത്തിൽ പറഞ്ഞു പോലെ. നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്തോ ശത്രുക്കളോട് സംസാരിക്കുന്ന പോലെ. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? എടാ ഇനിയെങ്കിലും ഈ കഥ ഈ മന്ത്രാടൊന്ന് വാ. എടാ ടീച്ചർ ഞങ്ങളെ ക്ലാസ്സിൽ ഇറക്കിടും, നീ ഇരുന്ന് കിളിച്ചു ഓർക്കുന്നുണ്ടോ? നോട്ട് എഴുതി തരാൻ പറഞ്ഞപ്പം നീ ജാടയിട്ട് ഓർക്കുന്നുണ്ടോ?
കള്ളുണ്ടാക്കിയെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് സസ്പെൻഷൻ വാങ്ങി തന്നെ നീ ഓർക്കുന്നുണ്ടോ? സമാധാനം ഉണ്ടാക്കാൻ വന്ന ഇവനെ നീയും നിന്റെ കൂട്ടുകാരൻ ചേർന്ന് ആക്കി വിട്ട് ഓർക്കുന്നുണ്ടോ? ഞങ്ങൾക്കെതിരെയുള്ള പരാതി പിൻവലിക്കാൻ ഞങ്ങൾ സോറി പറഞ്ഞപ്പോൾ എല്ലാവരും അറിയിച്ചത് ഞങ്ങളെ നാട്ടിൽ ഓർക്കുന്നുണ്ടോ? നീയൊക്കെ ഇത് മറന്നാണ്. ഞങ്ങൾക്കൊന്നും അങ്ങനെ അത് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അന്ന് മനസ്സ് വിചാരിച്ച ഇങ്ങനെ ഒരു ദിവസം നിന്നെ വിഷ്ണുവിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് മരുന്നേതാ മയക്കുമരുന്നേതാ നിനക്ക് തിരിച്ചറിയാനുള്ള പ്രായമായതാണ്. ഇനി അറിയില്ല എങ്കിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം മയക്കുമരുന്നായിരുന്നു എന്ന് നീ ഒന്ന് ചെറുതായിട്ടൊന്ന് അറിഞ്ഞു വെച്ചു. നീ അകതിരിക്കുന്നത് കാണുമ്പോഴും ഞങ്ങളുടെ കൂടെ സന്തോഷമായിരിക്കുന്നത് കാണുമ്പോഴും അവനുണ്ടായിരുന്ന വിഷമം കാണാനായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. പക്ഷേ ഇന്ന് നീ അത് വളരെ മനോഹരമായി തീർത്തു തന്നു. ഇനി മരുന്നുമില്ല, ഒരു കോപ്പുമില്ല. ഞങ്ങൾ ഉദ്ദേശിച്ചത് അതെല്ലാം നടന്നു. ഇനി നിനക്ക് നിന്റെ വഴി, ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. എടാ, നീ എന്നെ ഇപ്പോൾ അല്ലാണ്ട് ഒഴിവാക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് ഞാൻ കൂടെ ഉള്ളതോ ഇല്ലാത്തതോ ഒരു പ്രശ്നമല്ല. നിന്റെ കൂട്ടുകെട്ടുകൾ എനിക്കിപ്പോൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവരെന്തോ ശരിയല്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഡാ, അവർ നിന്നെ എൻ്റെ അടുത്ത് നിന്ന് മനഃപൂർവ്വം മാറ്റി നിർത്തുന്നത് പോലെ, അവർക്ക് വേറെ എന്തോ ഉദ്ദേശങ്ങളുള്ളത് പോലെ. ഞാൻ പറയുന്നത് എന്താ നിനക്ക് മനസ്സിലാകാതെ? ഞാനിതെവിടെ ഈ മുറി ഞാൻ കണ്ടിട്ടുണ്ടോ? അതെ, വിഷ്ണുവിന് മുറി. എത്രയോ തവണ ഞാനിവിടെ വന്നിട്ടുണ്ട്. ഹലോ മോനെ, എഴുന്നേറ്റാ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. എടുക്കാതെ വന്നപ്പോ മനസ്സിലായി എഴുന്നേറ്റില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? മോനൊന്നും പറയണ്ട, ശരിക്കും ഒന്നുകൂടെ കിടന്ന് ഉറങ്ങി. മോന്റെ വീട്ടിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു ഒന്നും കുഴപ്പമില്ല മോനെ, ഒബ്സർവേഷനിലാണ്. എന്തൊക്കെയാണെങ്കിലും നിനക്ക് അവന് ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്നെ നോക്കി വരണമെന്ന് എനിക്ക് തോന്നി. എന്തായാലും നന്നായി. നീ മരുന്ന് കഴിച്ചിരുന്ന കാര്യം ഉണ്ണി പറഞ്ഞറിയാം. നിനക്കത് ഉപയോഗിക്കാതെ വരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വരാം. ഇവിടെ ആശുപത്രി എനിക്കായിട്ടൊന്നും ചെയ്യാനില്ല. ശരി. ആദർശ് എൻ്റെ ഒരുപാട് മാറിയിരിക്കുന്നു. അവൻ എന്നിൽ നിന്നും ഒരുപാട് അകലെയാണ്. ആദ്യം ഞാൻ കരുതിയത് പുതിയ കൂട്ടുകാർ ഞങ്ങൾക്കിടയിൽ വന്നതുകൊണ്ടാകും എന്നാണ്. എന്നാൽ വളരെ യാദൃശ്ചികമായിട്ടാണ് അപ്പു എന്തോ കഴിക്കുന്നതായി കണ്ടത്. അത് കഴിഞ്ഞ് അവൻ നന്നായി കളിക്കുന്നത് കണ്ടപ്പോൾ സംശയം തോന്നി. സംസാരിക്കാനിരുന്നപ്പോൾ ആദ്യം വന്ന് ഇടയിൽ കയറിയത് സംശയം കൂട്ടി. ഇപ്പോൾ അപ്പു തനിച്ചിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പെട്ടെന്ന് ദേഷ്യം വരുന്നു. വല്ലാതെ ക്ഷീണമുണ്ട് മുഖത്ത് മിക്കപ്പോഴും. വീട്ടിൽ നിന്നും കാശ് അവൻ എടുക്കുന്നുണ്ടോ എന്ന് അവൻ്റെ അമ്മ എന്നോട് സംശയം പറഞ്ഞു. പഠനത്തിലുള്ള അവൻ്റെ ശ്രദ്ധ കുറഞ്ഞു. ടീച്ചർ ക്ലാസ്സിൽ നിന്നും ഇറക്കി വിട്ടു. പരീക്ഷയ്ക്ക് ഇത്തവണ ഒന്നും എഴുതിയിട്ടില്ല. അവൻ്റെ ജീവിതം അവൻ തന്നെ നശിപ്പിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യണം. അച്ഛനോട് പറഞ്ഞപ്പോഴാണ് ലഹരിയുടെ ഉപയോഗത്തിൻ്റെ ഒരു സാധ്യത ശ്രദ്ധിച്ചത്. ശരിയാണ്, അവൻ്റെ മാറ്റങ്ങൾ അത് പറയുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ എൻ്റെ അപ്പു ലഹരിക്ക് അടിമയാകുന്നുവെന്ന തിരിച്ചറിവ് എന്നെ കൂടുതൽ ഭീതിയിലാക്കുന്നു. പണ്ട് പത്രങ്ങളിലും വാർത്തകളിലും കേട്ടിരുന്ന ലഹരി ഇന്ന് എൻ്റെ സുഹൃത്തിൽ വരെ എത്തി നിൽക്കുന്നു. അപ്പു അവനെ തിരിച്ചു കൊണ്ടുവരണം. ഞാൻ അവൻ്റെ കൂടെയുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ നന്നായിരുന്നാൽ മതി.
ഹലോ, എന്താ മോനെ? ഞാൻ ഉടനെ വരാം. എനിക്കിവിടെ നിന്നൊരു ബുക്ക് കിട്ടി. അത് വിഷ്ണു എന്തിനാ ഉണ്ടാക്കി? നിന്റെ കൂടെ അവൻ വളരെ ഹാപ്പി ആയിരുന്നു. എന്നാൽ നീ മറ്റുള്ളവരുടെ കൂടെ ചെങ്ങാത്തം കൂടിയപ്പോൾ അവനതെന്തോ ശരിയായി തോന്നിയില്ല. അവൻ നിന്നെയും അവരെയും നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഓരോ നീക്കവും മാറ്റവും എല്ലാം. അവർ നിനക്ക് മരുന്ന് തന്നതും നിന്റെ മാറ്റവും എല്ലാം കണ്ട് അവൻ നീ ഒരു വലിയ അപകടത്തിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കി. അവനെല്ലാം വൈകിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളോട് പറയാറുണ്ട്. ഞങ്ങളുടെ സഹായത്തോടെ നിന്റെ പെരുമാറ്റവും രീതികളും ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ സ്വഭാവ രീതികളോട് താരതമ്യം ചെയ്ത് അവൻ ലിസ്റ്റ് ചെയ്ത് സൂക്ഷിച്ചു. എന്തെങ്കിലും ഒരിക്കൽ അവരുടെ സ്വഭാവം തിരിച്ചറിഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ അവന്റെ സഹായം നിനക്ക് വേണ്ടി വരുമെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ നിന്നോടുള്ള ഇഷ്ടം അവൻ ഒരിക്കലും കുറഞ്ഞിട്ടില്ല. നീ അവനെ കൂടപ്പുറപ്പ് തന്നെയായിരുന്നു. സാരമില്ല മോനെ, നീ വിഷമിക്കാതെ. ഇങ്ങനൊരു അവസരത്തിൽ നിന്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് എന്റെ മകൻ. അവന് സാധിക്കുന്നില്ല എങ്കിലും ഞാനുണ്ട് നിന്റെ കൂടെ. നമുക്ക് കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട്. ഞാൻ വരട്ടെ. മോനിപ്പോ ഒന്നും ആലോചിച്ച് വിഷമിക്കട്ടെ. എത്രയും വേഗം മോന് വിഷ്ണുവിനെ കാണാൻ അവസരം കിട്ടും. വേണ്ട, ഞാൻ അവനെ കാണാൻ വരുന്നില്ല. അവൻ എന്നെ കാണാൻ ആഗ്രഹിച്ചൊരു സ്വപ്നമുണ്ട്. അതായിട്ട് ഞാൻ ഇങ്ങനെ കാണുന്നു. ഞാനുണ്ട് കൂടെ. കൗൺസിലിംഗും കൃത്യമായ ശ്രദ്ധയും കൊണ്ട് നമുക്ക് എല്ലാത്തിൽ നിന്നും മാറി നിന്ന് രക്ഷപ്പെടാം. ലഹരി നമുക്ക് ചുറ്റും പല രൂപത്തിലുണ്ട്. അതില്ലാത്തൊരു സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ള ചോയ്സ് നമ്മുടേതാണ്. എന്തും ചെയ്യാൻ റെഡിയാണ് അച്ഛാ. എൻ്റെ വിഷ്ണു ആഗ്രഹിച്ച പോലെ നല്ലൊരാളാകണം ഇനി എനിക്ക്. നീ ശ്രമിച്ചാൽ നിന്നെ കൊണ്ടതിന് കഴിയും. നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല എന്നാണ് പറയാറ്. വിഷ്ണു അവനിപ്പോൾ എങ്ങനെയുണ്ട്? അവനെ കണ്ടോ? സംസാരിച്ചോ അങ്കിൾ? അങ്കിൾ എന്തൊന്നും മിണ്ടാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്കിൾ? എന്തെങ്കിലും ഒന്ന് പറയെങ്കിൽ. അവനിപ്പോ അപകടനില തരണം ചെയ്തു. സ്കാൻ ചെയ്തു. തലയിൽ ക്ഷതമുണ്ടെങ്കിലും ഇന്റേണൽ ബ്ലീഡിങ്ങോ കോംപ്ലിക്കേഷൻസോ ഇല്ല. പക്ഷേ എന്നാലും എന്തെങ്കിൽ ഒരു പക്ഷേ വിഷ്ണു നമ്മളോട് സംസാരിക്കാനും കൂടെ നടക്കാനും കുറച്ച് സമയമെടുക്കും. അവനിപ്പോ കോമ സ്റ്റേജിലാണ്. ഡോക്ടർമാർക്ക് ചെയ്യാൻ സാധിക്കുന്നത് പരമാവധി അവർ ചെയ്തു കഴിഞ്ഞു. ഹലോ, ഹലോ. എന്റെ അപ്പു, നീ ഒന്ന് പേടിപ്പിച്ചു. നീ ഓക്കെ ആണെന്നല്ലേ? നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ വന്നിരുന്നു വീട്ടിൽ. വന്നപ്പോൾ നീ നല്ല ഉറക്കം. വിളിക്കാൻ തോന്നിയില്ല. മരുന്ന് കഴിക്കാത്തതുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ടാവും. ദാഹം തോന്നാനും നല്ലപോലെ വിശപ്പ് തോന്നാനും എല്ലാം ചാൻസ് ഉണ്ട്. നിനക്കൊണ്ട് വെള്ളം മുറിയിൽ വെച്ചിട്ടുണ്ട്. ഫുഡ് താഴെ. ഉച്ച കഴിഞ്ഞ് ഞാൻ ആ വഴി വരും. നമുക്കൊരു യാത്രയുണ്ട്. യു നീഡ് ഹെൽപ്പ്. ഇനി ലഹരിയോടുള്ള അഡിക്ഷൻ മാറും. നന്നായി പഠിക്കണം. നീ തോറ്റു പോകുമെന്ന് കരുതി എല്ലാവരുടെയും മുമ്പിൽ നീ തലയുയർത്തി നിൽക്കണം. അപ്പോഴേ നിന്റെ കൂട്ടുകാരൻ ശരിക്ക് ജയിക്കുന്നുള്ളൂ. ശരിയെങ്കിൽ മോനെ അപ്പു, റിസൾട്ട് വന്നടാ.
നീ ജയിച്ചു. നിനക്ക് 86% മാർക്കുണ്ട്. ഇനിയെങ്കിലും വന്ന് ഉണ്ണിയെ കാണടാ. ഉണ്ണി, ഞാൻ ജയിച്ചടാ. നീ കാരണം എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു തരാൻ പറ്റി. എനിക്ക് നിന്നെ എൻ്റെ കൂടെ വേണം. എൻ്റെ വിജയം എന്നെക്കാളും നീ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് എപ്പോഴും അറിയാം. പക്ഷെ എൻ്റെ സന്തോഷം നിന്റെ മുഖത്തുനിന്ന് കാണാൻ എനിക്ക് കൊതിയാവുന്നു. എണീറ്റ് വാടാ. നീ ഇല്ലാതെ ഇനി വേണ്ട. എനിക്ക് വേണ്ടി നീ ശ്രമിക്കടാ. അപ്പോ എന്നെ ഉത്തരവാദിത്തോടെ എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നീ ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ? ചുമ്മാ കിടന്നോ ബോറടിച്ച് ഉറങ്ങിപ്പോയി. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പഠിപ്പിച്ചതിനെ നാണം കിടത്തോടെ? കുഴപ്പമില്ലായിരുന്നു. നീ കാരണം 2 കൊല്ലമല്ലേ പോയത്. നീ ഇപ്പം നാണം കിട്ടുന്ന ഓർത്തൊരു കുഴപ്പമൊന്നുമില്ല. അവിടെ പോപ്പേ. ജീവിതം ഒന്നേ ഉള്ളൂ. എപ്പോൾ അവസാനിക്കുമെന്ന് അറിയാത്തൊരു യാത്ര. വഴിതെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ ജീവിതത്തിൽ തന്നെയുണ്ട്. നല്ലതോ ചീത്തയോ എന്തും തിരഞ്ഞെടുക്കാനും നമുക്ക് കഴിയും. അത് ഉത്തരവാദിത്തത്തോടെ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടാൻ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. എല്ലാവരും അവരവരുടെ നല്ല സുഹൃത്താവുക. ചുറ്റുമുള്ള സുഹൃത്തുക്കൾക്ക് നല്ല സുഹൃത്തായിരിക്കുക. ജീവിതം ഉത്തരവാദിത്തത്തോടെ ആസ്വദിക്കുക.